ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അതെന്താ? അതിനേക്കാൾ വലിയൊരു വമ്പൻ സ്രാവ് വന്ന് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഒന്ന് തെളിച്ച് പറ. അതൊരു കേസാ. ഒരു സ്കെൽട്ടൻ കണ്ടെത്തിയ കേസ്. ആന്റിക്ക് ഒരു തരട്ടെ? മതി ആന്റി. മതിയോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഓർക്കുകയായിരുന്നു, എന്റെ അമ്മ ഒരിക്കലും എനിക്കിങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. പനി വരുമ്പോഴും തലവേദന വരുമ്പോഴും ജെനി ആന്റിയാ എന്റെ കൂടെ ഉണ്ടാവാറ്. അമ്മ ഒരു ദിവസം പോലും എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കില്ല. എപ്പോഴും ബിസിനസ് ടൂറിലാ. അമ്മയ്ക്ക് സമയമില്ലാത്തോണ്ടായിരിക്കും മോളുടെ കൂടെ ഇരിക്കാത്ത. ആന്റി ആന്റി കൊറേ നേരം എന്റെ അടുത്തിരിക്കൂ. ആന്റിക്ക് പോണ്ടേ? എന്നാലും സാരമില്ല, ഇനി കുറച്ചു നേരം കൂടി ആന്റി മോളുടെ കൂടെ ഇരിക്കാം. ആന്റി എന്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ കയ്യിലൊക്കെ തലോടുമ്പോഴും എനിക്ക് വേദന കുറയുന്നുണ്ട്. അതെ, ഞാനേ ആന്റിയെ അമ്മേന്ന് വിളിച്ചോട്ടെ? അമ്മേ, മോള് വിഷമിക്കണ്ട കേട്ടോ. മോൾ എന്നെ അമ്മയെന്ന് തന്നെ വിളിച്ചോ, എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. ഇനി സ്കൂളിൽ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. അയ്യോ മോളെ, മോളെ എന്താ മോളെ പറ്റിയത്? ഈശ്വര, മാഡം അങ്ങനെ ഇത് കണ്ട സഹിക്കത്തില്ല. അയ്യോ മോളെ, ഇതാരാ? സ്കൂളിലെ പുതിയ ടീച്ചറാണോ? ഇങ്ങനൊരു ടീച്ചറെ ഞാനവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ടീച്ചറല്ല, അമ്മയാ. അമ്മയാ? മോളെ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാട്ടോ. എന്റെ പൊന്നു മോളെ, ഇങ്ങനെ കാണുന്നവരെയൊക്കെ അമ്മയെന്നൊന്നും വിളിക്കല്ലേ. മോളുടെ അമ്മയെങ്ങാനും കേട്ടാലുണ്ടല്ലോ, പിന്നെ അത് മതി ഭൂകമ്പം ഉണ്ടാവാൻ. ഇത് ശരിക്കും അമ്മയാ? ശരിക്കും അമ്മയോ? അതേതമ്മ? നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? കെയർടേക്കറാ. എന്നാ കെയർടേക്കറെ ഈ ബില്ല് നടക്കേ. ആ, ഇത്രേ ഉള്ളോ? മോളെ, ആന്റി ഇതിന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കിട്ട് വരാം. മോൾക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാമേ കേട്ടോ. ഇപ്പൊ വരാം. കുടിക്കേ. സത്യത്തിൽ
വീണ്ടും ഇങ്ങനൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പക്ഷേ തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. രാജീവേട്ടന്റെ ഈ വരവ് അമ്മയ്ക്കും ഗോകുലിനും അത്ര പിടിച്ചിട്ടില്ല. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ പണ്ടും തന്റെ അമ്മയ്ക്കും ഗോകുലിനൊന്നും എന്നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതെ. അതൊക്കെ പോട്ടെ. ഇനിയെങ്കിലും നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അന്ന് അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എനിക്ക് പലതും മറക്കേണ്ടി വന്നു. അതിന്റെ ദുരന്തം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. തന്റെ അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്താ ഇപ്പം ഗോകുലിന്റെ ആറ്റിറ്റ്യൂഡ്? പണ്ടത്തേതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കാര്യം നടക്കണമെങ്കിൽ ഗോകുലിനെ കൂടെ നിർത്തിയേ പറ്റൂ. പൂത്ത കാശുണ്ട് കയ്യില്. അത് ചോർത്തിയെടുക്കാനുള്ള വഴി അവിടെ തന്നെ ഉണ്ടല്ലോ. സമൃദ്ധ അവളാണ് നമ്മുടെ ട്രംപ് കാർഡ്. ഏത് നിമിഷം വേണമെങ്കിലും എല്ലാ രഹസ്യവും നമുക്ക് പൊട്ടിക്കാം. ഗൗരിമോള് ഗോകുലിന്റെ ജീവനാ. അവൾക്ക് സമൃദ്ധ ഇല്ലാതെ പറ്റില്ല. അവൾക്ക് വേണ്ടി ഗോകുൽ എന്തും ചെയ്യും. ബ്ലാക്ക് മെയിലിംഗ് ആണ്, അതും സ്വന്തം സഹോദരനോട്. പക്ഷെ വേറെ വഴിയില്ല. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അതെന്താ? അതിനേക്കാൾ വലിയൊരു വമ്പൻ സ്രാവ് വന്ന് വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. സത്യമാണോ? ഒന്ന് തെളിച്ചു പറ. അതൊരു കേസാ. ഒരു സ്കെൽട്ടൻ കണ്ടെത്തിയ കേസ്. മിക്കവാറും ആ കേസ് നമ്മുടെ ഭാഗ്യനക്ഷത്രമായിരിക്കും. ഇങ്ങനെ തൊട്ട് തൊടാതെയും പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? ആരാ രാജീവേട്ടന്റെ ലക്ഷ്യം? അത് സ്വർണം കായ്ക്കുന്നൊരു മരമാണ്. ശരിക്കൊന്ന് പിടിച്ചു കുലിക്കാലേ. അത് മതി ശിഷ്ടകാലം സുഭിക്ഷമായി ജീവിക്കാൻ. എന്നോട് പറ, എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കുന്നേ? ആരാ ആള്? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എന്നോട് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊരു സ്ത്രീയാണ്. ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു സ്ത്രീ. എന്താ ചിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാ. അത് കള്ള എന്തോ ഉണ്ട്. പറ, എന്താ ഇപ്പൊ ആലോചിച്ചേ?